കേണൽ ഡിന്നി നമ്മൾ വിശാല മനസ്കരായി ചെയ്തൊരു കാര്യം, നമ്മൾ സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു, ആ ഭൂമി അവർക്ക് വിട്ടുകൊടുത്തു, അവിടെ പരമാധികാരമുണ്ടായി. എന്തിൽ നിന്നാണ് പാകിസ്ഥാൻ അല്ലെങ്കിൽ പൂർവ്വ പാകിസ്ഥാനെ ഭാരതം മോചിപ്പിച്ചത്? ഉറുദു അടിച്ചേൽപ്പിക്കുന്നതിൽ നിന്ന്, ദേശീയത നഷ്ടപ്പെടുന്നതിൽ നിന്ന്, സംസ്കാരം നഷ്ടപ്പെടുന്നതിൽ നിന്ന്. ഇന്നവിടെ രൂപം കൊണ്ടിരിക്കുന്ന ഭരണകൂടം ചെയ്യുന്നത് എന്താണ്? എന്തിനൊക്കെ എതിരെയാണോ അവർ പോരാടിയത് അതിലൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നു. ഉറുദു അവിടെ പ്രചരിപ്പിക്കുന്നു, പാകിസ്ഥാനുമായി അടുക്കുന്നു, പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധം പുതുക്കുന്നു. ഇനി ഏതൊക്കെ ആക്സസുകളാണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് അറിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഷെയ്ഖ് ഹസീന പറഞ്ഞതനുസരിച്ചാണെങ്കിൽ US-നുമുണ്ട് ബുദ്ധിമുട്ട്. US-നൊരു ബേസ് തുടങ്ങാനുള്ള അനുമതി കൊടുത്തിട്ടില്ല. ചൈനയ്ക്കുണ്ട് ബുദ്ധിമുട്ട്. ജമാഅത്തെ ഇസ്ലാമി ബീജിംഗിൽ പോയി ചർച്ച നടത്തി തിരിച്ചു വന്നു. അതിനുശേഷമാണ് ഒരു ഇല്ലാത്ത സംവരണത്തിൻ്റെ പേരിൽ, കോടതി എടുത്ത് ദൂരെ കളഞ്ഞ സംവരണത്തിൻ്റെ പേരിൽ ഒരു പ്രക്ഷോഭം ഉണ്ടാകുന്നത്. ആ പ്രക്ഷോഭം പെട്ടെന്ന് കലാപമായി മാറുന്നത്. ആ കലാപത്തിൻ്റെ ദിശ തിരിയുന്നത് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ, ആ കലാപത്തിൻ്റെ ദിശ തിരിയുന്നത് ഹിന്ദുക്കൾക്ക് നേരെ. ആ കലാപം ഒടുവിൽ എത്തി നിൽക്കുന്നത് എവിടെ? താലിബാന് സമാനമായ ഭരണത്തിലേക്ക്. ഭാരതത്തിൻ്റെ അകത്തിരുന്ന് ആ ഭൂപടം നോക്കൂ. താങ്ക് യു വൺസ് അഗൈൻ ബ്രിഗേഡിയർ സനൽ. ആ ഭാരതത്തിൻ്റെ അകത്തിരുന്നിട്ട് ഭാരതത്തിന് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കേന്ദ്രം ഉണ്ടായി വരികയാണോ കേണൽ ഡിന്നി? നോക്കൂ ശ്രീ പ്രദീപ്, ഇതിനകത്ത് നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതിനകത്തും ബാക്കി നേരത്തെ എനിക്ക് തോന്നുന്നു സൂചിപ്പിച്ചതുപോലെ എനിക്ക് ചെറിയ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ഞാനൊരു അഭിപ്രായ വ്യത്യാസം ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ, അതൊരു ഈ വെസ്റ്റേൺ കൺട്രീസ് എപ്പോഴും, പ്രത്യേകിച്ച് US ഒക്കെ, അവരുടെ ഒരു രീതിയുണ്ട്. അവർ പറയുന്ന എപ്പോഴും യു ഫോളോ മൈ വാല്യൂസ്, ഐ വിൽ ഫോളോ മൈ ഇൻട്രസ്റ്റ്. അതായത് നിങ്ങൾ ഞങ്ങളുടെ മൂല്യങ്ങളെ പിന്തുടരുക, ഞങ്ങൾ ഞങ്ങളുടെ താല്പര്യങ്ങളെ നോക്കും. അപ്പൊ അവിടെ എപ്പോഴും എനിക്കൊന്നും 1947 തൊട്ട് ഭാരതത്തിന്റെയും ഒരു സ്റ്റാൻഡ് അങ്ങനെ ആയിരുന്നു. നമ്മൾ ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള, അത് വേണം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അത് വേണം. അപ്പൊ നമ്മൾ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയ, നമുക്കൊരു വാല്യൂസിന്റെ ഒരു ഐഡിയ, നമ്മളൊരു ഭാരതം ഒരിക്കലും ആരെയും പോയി ആക്രമിച്ചിട്ടില്ല, അങ്ങനെയുള്ള ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ രാഷ്ട്ര താല്പര്യം പലപ്പോഴും വേണ്ടാന്ന് വെച്ച് നമ്മൾ ഇതുപോലത്തെ മൂല്യങ്ങളുടെ ബാക്കിൽ പോകും. മൂല്യങ്ങളും വേണം, രാഷ്ട്ര താല്പര്യം വേണം, അതിനൊരു ബാലൻസ് വേണം എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്. രണ്ടാമത്, അതിന്റെ രണ്ട് ഉദാഹരണം പറയാം. നേരത്തെ ശ്രീ ശങ്കുരി ദാസ് ഓൾറെഡി പറഞ്ഞു, 93,000 പ്രിസണേഴ്സ് ഓഫ് വാർ ഉണ്ടായിരുന്നു. അന്ന് ഭുട്ടോ ഇന്ദിരാഗാന്ധിജിയുടെ കാല് പിടിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് പോയ സമയത്ത് അവിടുത്തെ സൈന്യം ഇത് എങ്ങനെയെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിക്കൊണ്ട് വരിക എന്നുള്ള ഒരു ദൗത്യത്തിലാണ് ഭുട്ടോ പോയത്. ഷിംലയിൽ വന്നിട്ട് ആ എഗ്രിമെന്റിന് ചെയ്തപ്പം തിരിച്ച് ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ആണ് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ ഭുട്ടോ അവിടെ ജയിച്ച മാതിരിയാണ് തിരിച്ചു പോയത്. അതായത് അദ്ദേഹത്തെ സംബന്ധിച്ച് അതൊരു വിജയമായിരുന്നു. കാരണം ഇന്ദിരാഗാന്ധിജി അദ്ദേഹം ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള, അത് വളരെ വിശാല ഹൃദയമായിട്ട്, അതായത് കശ്മീരിന്റെ ഇഷ്യൂ പിന്നീട് നമുക്ക് സോൾവ് ചെയ്യാം, ലൈൻ ഓഫ് കൺട്രോൾ എന്നുള്ള നിലയിലേക്ക് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ആ ലൈൻ ഓഫ് കൺട്രോൾ നോക്കി എത്രമാത്രം ചോരയാണ് പിന്നെ നമ്മോട് കൊടുത്തിട്ടുള്ളത്, എത്രമാത്രം ഭീകരവാദികളാണ് അവിടുന്ന് വന്നിട്ടുള്ളത്. കാർഗിൽ യുദ്ധം നടന്നത് ലൈൻ ഓഫ് കൺട്രോളിൽ. അപ്പൊ അന്ന് നമുക്ക് വേണമെങ്കിൽ ആ പാക് ഓക്യുപ്പൈഡ് കശ്മീരിന് ഒരു പരിഹാരം കൊണ്ടുവരണം. ഇപ്പൊ 1 വർഷത്തോളം നമ്മൾ ഈ ഇത്രയും പ്രിസണേഴ്സ് ഓഫ് വാറിനെ നമ്മളെ കയ്യിലുണ്ടായിരുന്നു. എന്തുകൊണ്ട് നമ്മളെ പ്രിസണേഴ്സ് ഓഫ് വാർ ഇന്നും വരാത്ത ആളുകളുണ്ട്? ഇന്നും പാകിസ്ഥാനി ജയിലിൽ ഇന്ത്യൻ സോൾജേഴ്സ് ഇപ്പോഴും ഉണ്ട്. എന്തുകൊണ്ട് നമ്മൾ മൊത്തം അവർ വന്നു കഴിഞ്ഞിട്ട് മാത്രമേ ഇവരെ വിട്ടുകൊടുക്കത്തുള്ളൂ നമ്മൾ പറഞ്ഞത്? വളരെ ശരിയാണ്. സൺ ഇൻ ലോ പോലെ തന്നെയാണ് അവരെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് എനിക്ക് തെറ്റൊന്നും കാണുന്നില്ല. കാരണം നമ്മുടെ സംസ്കാരം അങ്ങനെയാണ്. നമ്മൾ ആരെ ശത്രുക്കളായാലും ശരി നമ്മൾ അവരെ നോക്കും, അവരിനി എങ്ങനെയാലും ശരി. അതാണ് നേരത്തെ ജനറൽ ജേക്കബ് പറഞ്ഞിട്ടുള്ളത്. അതായത് എപ്പോഴാണോ അവർ നമ്മളെ കയ്യിൽ കിട്ടിയത്, അവരെ തിരിച്ചു കൊടുത്തപ്പോ ഏകദേശം 50% വെയിറ്റ് കൂട്ടിയിട്ടാണ് കൊടുത്തിരുന്നത്. അത് അത്ര നന്നായിട്ട് ഫുഡും എല്ലാം കൊടുത്തിട്ടാണ് അവരെ പറഞ്ഞയച്ചത്. അപ്പൊ അങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾ പോലും, നമുക്ക് ഒരു ബ്ലാങ്കറ്റ് ഇല്ലാതെ കടന്നെങ്കിലും അവർക്ക് നമ്മൾ ബ്ലാങ്കറ്റ് കൊടുത്തു. അതെല്ലാം പിന്നീട് അവരും അത് അംഗീകരിച്ച കാര്യമാണ്. അതെല്ലാം നല്ലതാണ്. പക്ഷെ എന്റെ ചോദ്യം, എന്തുകൊണ്ട് നമ്മൾ കശ്മീരിന് ഒരു പരിഹാരം നമ്മൾ കണ്ടില്ല? അത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു. അന്ന് ഒരു 6 മാസം കൂടെ പോട്ടെ, 1 വർഷം കൂടെ പോട്ടെ, എന്തായാലും നമ്മൾ നന്നായിട്ടാണ് ഇവർ നോക്കുന്നത്, അത് കഴിഞ്ഞിട്ട് മതി. നിങ്ങൾ കശ്മീരിലെ ഒരു തീരുമാനം പറയൂ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവരെ ചെയ്യാം. രണ്ടാമത്, ഏറ്റവും ഇമ്പോർട്ടന്റ്, നമ്മുടെ സൈന്യത്തിന്റെ ആളുകളെ അവർ പിടിച്ചു വെച്ചിട്ട് എന്തുകൊണ്ട് അവരെ വിട്ടില്ല? എല്ലാവരെയും വിട്ടിട്ട് മാത്രമായിരുന്നു നമ്മൾ എൻഷുർ ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തത്, ഏറ്റവും തന്ത്രപരമായിട്ടുള്ള, അവിടെയാണ് നമുക്ക് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു വിഷന്റെ കുറവ് എന്ന് വേണമെങ്കിൽ പറയാം. അഫ്കോഴ്സ് നമ്മളിപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ ഇല്ല പറയല്ലേ, ഹൈൻസൈറ്റ് 6/6 എന്ന് പറയും. തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം വളരെ വ്യക്തമായിട്ട് കാണുന്നതാണെങ്കിൽ തന്നെയും അന്നും ഇതേപോലെ ബുദ്ധിയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ തന്നെ ആയിരുന്നു.
ഇപ്പൊ നോക്കൂ, സിലിഗുരി കോറിഡോർ എന്ന് പറഞ്ഞൊരു ഒരു കോറിഡോർ ഉണ്ട്. 60 കിലോമീറ്റർ അതിന്റെ ലെങ്തും 20/20 22 ആണ് അതിന്റെ വിഡ്ത്. അതായത് ഭാരതത്തിന്റെ നോർത്ത് ഈസ്റ്റിനെ കട്ട് ചെയ്യണമെങ്കിൽ ഈ 20 കിലോമീറ്റർ വെച്ച് കട്ട് ചെയ്താൽ മാത്രം മതി. നമ്മൾ ബംഗ്ലാദേശിലേക്ക് നമ്മൾ സൈന്യം അയക്കുന്നു. ബംഗ്ലാദേശിൽ നമ്മളെ സൈന്യം 1000-ന് മുകളിൽ സൈന്യം നമ്മളെ ജീവൻ കൊടുത്തു. നമ്മൾ മുജീബുർ റഹ്മാനെ വിളിച്ച് നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്ത സമയത്ത് നിങ്ങൾക്ക് യുദ്ധം ഞങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് ഞങ്ങൾ ഒരു പുതിയ രാജ്യം ഞങ്ങൾ ഉണ്ടാക്കിത്തരും, ഞങ്ങളെ സൈന്യം നിങ്ങൾക്ക് വേണ്ടി നിൽക്കും, പക്ഷേ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കോറിഡോർ 22 കിലോമീറ്റർ എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു 50 കിലോമീറ്റർ വേണം. ഈ 50 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അന്ന് ആ ഭാഗത്തൊന്നും ഒരു പ്രശ്നവുമില്ല. കാരണം അതൊന്നും അത്ര വലിയ ഒരു വലിയൊരു പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയോ അല്ലെങ്കിൽ വലിയ ഏതെങ്കിലും വലിയ സിറ്റീസ് ഒന്നുമല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ അവരെ എഗ്രീൻ ചെയ്തതാണ്. അവരടുത്ത് പറഞ്ഞാൽ ശരിയാണ്, നിങ്ങളത് അത് നിങ്ങൾക്കും ഒരു താല്പര്യമുള്ള കാര്യമാണ്, നമുക്കത് ചെയ്യാമെന്ന്. അത് നമ്മൾ ചെയ്തില്ല. ഇന്നും സിലിഗുരി കോറിഡോർ 22 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. മാത്രം 22 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ആ 60 കിലോമീറ്റർ. അന്ന് നമ്മളത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമ്മളെ നോർത്ത് ഈസ്റ്റ് കുറച്ചും കൂടെ സെക്യൂർ ആയിരുന്നു. ഇന്ന് ബംഗ്ലാദേശിൽ നിന്നിട്ട് അവര് പറയത്തില്ല ഞങ്ങൾ ഭാരതത്തിന് രണ്ടാക്കം ചെയ്യാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ് പറയാൻ പറ്റും സാധിക്കുന്നത്? ഈ സിലിഗുരി കോറിഡോർ ഇപ്പോഴും നമ്മളെ ആ ഒരു വൾനറബിലിറ്റി ആയിട്ട് മാറി. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ, തന്ത്രപരമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ചില കാര്യങ്ങൾ തന്ത്രപരമായിട്ട് ചെയ്തു, അതിനെ അംഗീകരിക്കുന്നുണ്ട് ഞാൻ. അത് റഷ്യയുമായിട്ടുള്ള സോവിയറ്റ് യൂണിയനുള്ള ഒരു കരാറായാലും ശരി, US-നായിട്ടുള്ള നേരിടുന്നാലും ശരി, മറ്റു കാര്യങ്ങൾ അതായത് സൈന്യത്തിന് വേണ്ട ആവശ്യങ്ങളെല്ലാം അതെല്ലാം ശരിയാണ്. പക്ഷെ ഇത് എക്കാലവും ഒരു വിമർശനം മാത്രമല്ല, ഒരു നമ്മളെ സംബന്ധിച്ചുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു വലിയ ഒരു വീഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെയാണ് ഇപ്പോഴത്തെ അവസ്ഥ.